വെൽക്കം ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏതൊരു സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനേക്കാൾ മുമ്പ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യാണ്ട് പല ആൾക്കാർ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടങ്ങൾ നേരിട്ടുള്ള അനുഭവം എനിക്കറിയാം. അവർ പറഞ്ഞിട്ടുള്ള അനുഭവത്തിൽ നിന്നൊക്കെയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് പറയണേക്കാൾ മുമ്പ് ഞാൻ ജസ്റ്റ് ചെറിയൊരു കഥ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു കഥ നടക്കുന്നത് നിങ്ങളുടെ വീടിൻ്റെ അടുത്താണെന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ട് പച്ചക്കറി കടകളെക്കുറിച്ചുള്ളൊരു കഥയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണേ. അപ്പോൾ ഈ കടകളുടെ പേര് ഒന്ന് ഷോപ്പ് എ എന്നും പിന്നെ ഷോപ്പ് ബി എന്നും പറയാം. ഇപ്പോൾ ഷോപ്പ് എനെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ, ഇവർ ഏകദേശം ഈ ഒരു ബിസിനസ്സിൽ 30 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്നു. പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ഷോപ്പാണ്. അതേമാതിരി ഡെപ്റ്റോ ഈ പറഞ്ഞ മാതിരി കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ളൊരു ഷോപ്പാണ്. ഇവരുടെ സ്ഥാപനം നടത്തുന്നത് ഇവരുടെ സ്ഥലത്ത് തന്നെയാണ്, വാടകയ്ക്കോ മറ്റൊന്നല്ല. ഇവരുടെ സ്ഥലത്ത് ഇവരുടെ ബിൽഡിങ്ങിൽ തന്നെയാണ് ഇവർ കച്ചവടമൊക്കെ നടത്തുന്നത്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇവർക്ക് ഈ ഒരു ഷോപ്പല്ലാതെ വേറെ 2 കൂടി ഈ സിറ്റിയിലും അവിടെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ 2 പേർക്കും സ്റ്റോക്കും ഉണ്ട് കേട്ടോ, ഈ 2 ഷോപ്പുകൾക്കും. ഷോപ്പ് എൻ്റെ സ്റ്റോക്കിൻ്റെ വില ഏകദേശം 100 രൂപയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഷോപ്പ് ബീനെ കുറിച്ച് പറയാം. ഷോപ്പ് ബി ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു 5 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ. പ്രോഫിറ്റബിൾ ആണോ എന്ന് ചോദിച്ചാൽ ചില വർഷം പ്രോഫിറ്റബിളാണ്, ചില വർഷം നഷ്ടങ്ങളാണ്. അപ്പോൾ ഷോപ്പ് തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം കടങ്ങളും കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ട്. പിന്നെ സ്ഥലം നോക്കുകയെന്ന് വെച്ചാൽ ഒരു വാടകയ്ക്കാണ് നടത്തേണ്ടത്. സ്വന്തം സ്ഥലമോ ബിൽഡിങ്ങോ ഒന്നുമല്ല, വാടകയ്ക്കാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇവർക്ക് ഈ ഒരു ഷോപ്പ് മാത്രമേ ഉള്ളൂ, വേറെ ഷോപ്പുകളൊന്നുമില്ല. അപ്പോൾ ഈ ഷോപ്പ് ബീൻ്റെ സ്റ്റോക്കിൻ്റെ വില ഏകദേശം 10 രൂപയാണ്. നമുക്ക് ഇവിടെ ഈ 2 ഷോപ്പുകളുടെയും സ്റ്റോക്കിൻ്റെ വില നോക്കുകയെന്ന് വെച്ചാൽ, ഷോപ്പ് എൻ്റെ 100 രൂപയും, പക്ഷേ അവർക്ക് നല്ലൊരു ഫണ്ടമെൻ്റലായിട്ടുള്ള ബിസിനസ് ഉണ്ട്. ഈ പറഞ്ഞ മാതിരി അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയൊരു മാനേജ്മെൻറ്റ്, 30 കൊല്ലം എക്സ്പീരിയൻസ്ഡ് ആയ മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഷോപ്പ് ബീനെ കുറിച്ച് നോക്കുകയെന്ന് വെച്ചാൽ, ഏകദേശം പുതിയ ആൾക്കാരാണ്. പിന്നെ കടങ്ങളുണ്ട്, പ്രോഫിറ്റബിൾ അല്ല. ചില വർഷം പ്രോഫിറ്റബിൾ ആവും, ചില വർഷം അല്ല. അപ്പോൾ ഈ 2 പേരിൽ നമുക്ക് നോക്കുകയെന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് ബിസിനസ്സിലാവും ഇൻവെസ്റ്റ് ചെയ്യാം? മിക്ക ആൾക്കാരും ഇപ്പോൾ പറയും ഷോപ്പ് ചെയ്യുന്നുള്ളത്. കാരണം എന്താ, നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ബിസിനസ്സാണ്, നല്ല മാനേജ്മെൻറ്റ്, അതേമാതിരി വേറെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ കാണാൻ പറ്റില്ല. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ എല്ലാവരും തലയിരിക്കും. എല്ലാവരും ഈ ഷോപ്പ് എയിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്ട് ഷോപ്പ് ബിയിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, മിക്ക ആൾക്കാരും കെയർ ചെയ്യുന്ന ഒരു സംഭവം സ്റ്റോക്കിൻ്റെ വിലയാണ്. അതിപ്പോൾ നിങ്ങൾ ഏതൊരാൾ നോക്കിയാലും അറിയാം, ബിഗിനേഴ്സ് സ്റ്റോക്കിൻ്റെ വില കുറവായത് കാരണം നമ്മൾ ഈ ഒരു സ്റ്റോക്ക് മേടിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ 10 രൂപയ്ക്ക് കിട്ടുന്ന ഒരു സ്റ്റോക്കാണ്, ഒരു 1000 എണ്ണം മേടിച്ചിട്ട് ഈ ഒരു സ്റ്റോക്കിൻ്റെ വില 100 രൂപയായാൽ നല്ല ലാഭവും. ഇപ്പോൾ അത് 1000ക്ക് എത്തി അതിനേക്കാൾ വലിയ ലാഭവും. അങ്ങനെ സ്വപ്നം കണ്ട് ഈ ഒരു 10 രൂപയുടെ സ്റ്റോക്ക് മേടിക്കും. പക്ഷെ ഇവിടെ അവർ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു സ്റ്റോക്ക് മേടിക്കുമ്പോൾ നമ്മളൊരു ബിസിനസ്സിനെയാണ് മേടിക്കുന്നത്, ഒരു ബിസിനസ്സിൻ്റെ ഓണർ ആവുകയാണ് നമ്മൾ. അപ്പോൾ വെറുതെ സ്റ്റോക്കിൻ്റെ വില മാത്രമല്ല നമ്മൾ നോക്കണ്ടേ, ആ ഒരു കമ്പനിയുടെ ഫണ്ടമെൻറ്റൽസ്, ആ കമ്പനിയുടെ എക്സ്പീരിയൻസ്, മാനേജറിനുള്ള എക്സ്പീരിയൻസ്. ഇപ്പോൾ ഷോപ്പ് എൻ്റെ കാര്യം നോക്കുകയെന്ന് വെച്ചാൽ 30 കൊല്ലമായി അവരെ ഈ ഒരു ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ അത്ര എക്സ്പീരിയൻസ് ഉണ്ട്. ഈ ഒരു 30 കൊല്ലത്തിൻ്റെ ഇടയിൽ എന്തൊക്കെ ക്രൈസിസ് അവർ നേരിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ക്രൈസിസ് നേരിടുന്ന ഒരു മാനേജറിന് അറിയാം, ഇങ്ങനെ ഒരു ക്രൈസിസ് വരികയെന്ന് വെച്ചാൽ ഇങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കണം, എന്നാലാണ് ഷോപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാനേജ്മെൻറ്റാണ്. പിന്നെ പ്രോഫിറ്റബിളാണ്, കടങ്ങളില്ല. ഈ പറഞ്ഞ മാതിരി അവരുടെ സ്ഥലത്ത് തന്നെയാണ് അവർ വർക്ക് ചെയ്യണത്. എന്ന് വെച്ചാൽ അവരുടെ അസറ്റിൻ്റെ അപ്രീസിയേഷൻ അവർക്ക് കിട്ടും, സ്വന്തം ലാൻഡ് ബിൽഡിംഗ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഷോപ്പ് എനെ കുറിച്ച് പറയുമ്പോൾ ഇത്രയും നല്ലൊരു ഗുഡ് പോയിൻറ്റ്സ് നമുക്കുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നത്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുമ്പോൾ എല്ലാവരും ആദ്യം തിങ്ക് ചെയ്യേണ്ട ഈ പറഞ്ഞ മാതിരി സ്റ്റോക്കിൻ്റെ വിലയാണ്. അതുതന്നെയാണ് പല ആൾക്കാർക്കും നഷ്ടങ്ങൾ നേരിടുന്നത്. ഇപ്പോൾ എന്നോട് തന്നെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടോന്ന്. ഞാൻ ഓക്കെ, നല്ല കാര്യം. ഏതൊക്കെ സ്റ്റോക്കാന്ന് പറയുമ്പോഴാണ് നമുക്ക് വിഷമമാവുക. ചിലവർ പറയും മറ്റേ VI, അതേമാതിരി സ്വിസ്ലോൺ, യെസ് ബാങ്ക്, ഇതൊന്നും അത്രയ്ക്ക് വലിയ മോശം ബിസിനസ്സാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ അവർക്കെല്ലാം ഒരു ഗ്രേ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്റ്റോക്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ പൈസ നാളിനെ മറ്റന്നാൾ ലക്ഷങ്ങളും കോടികളാവുമെന്ന് വിചാരിക്കണേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഇത്രയും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ ടാറ്റ, അതേമാതിരി ബാക്കിയുള്ള
റിലയൻസ് അവരെയൊക്കെ നോക്കുമ്പോൾ ഇത് റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് പറയാണ്. അങ്ങനത്തെ ബിസിനസ്സുകൾ നിങ്ങൾ നോക്കിയാൽ എത്രയോ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാനേജ്മെൻ്റ് ഉണ്ട്. അവർക്ക് ഈ പറഞ്ഞ മാതിരി പ്രോഫിറ്റബിളാണ്, കടങ്ങൾ കുറവാണ്. അപ്പോൾ ഇത്രയും നല്ല കാര്യങ്ങളുള്ള ബിസിനസ് എത്രയോ നമ്മുടെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അതൊന്നും നോക്കാണ്ട് ജസ്റ്റ് നമ്മൾ സ്റ്റോക്കിൻ്റെ പ്രൈസ് കുറവാണെന്ന് മാത്രം നോക്കിയിട്ട് ഒരിക്കലും സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തരുത്. നമ്മൾ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ബിസിനസ്സിനെയാണ് നമ്മൾ മേടിക്കണത്. അപ്പോൾ വാരൻ ബഫറ്റ് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ സ്റ്റോക്ക് മേടിക്കുമ്പോൾ അത് ഒരിക്കലും വിൽക്കില്ല എന്നുള്ളൊരു ചിന്തയിൽ വേണം നമ്മൾ മേടിക്കാൻ. അതിൻ്റെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രയും നമുക്ക് താല്പര്യമായിട്ടുള്ളൊരു ബിസിനസ്സിനെയാണ് നമ്മൾ മേടിക്കേണ്ടതെന്നാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോക്കാണ് ഐ ടി സിയുടെ ബിസിനസ് നോക്കുകയെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു കമ്പനിയാണ്. കാരണം അവർക്ക് സിഗരറ്റ് ബിസിനസ്സിൽ അവർ ഓൾറെഡി മോണോപോളി ആ ഒരു ലെവലാണ്. പിന്നെ FMGC നോക്കിയപ്പോൾ വളർന്നു വരുന്നൊരു കമ്പനിയാണ്. കുറേ പ്രൊഡക്ട്സ് ഇപ്പോൾ ആശീർവാദ ആട്ട, ക്ലാസ്മേറ്റ്സ്, ഇതൊക്കെ ഏകദേശം ഒരു വമ്പൻ മാർക്കറ്റ് ഷെയർ തന്നെ ITCക്ക് ഉണ്ട്. ഇനിയിപ്പോൾ ഹോട്ടൽ ബിസിനസ്, പേപ്പറിൻ്റെ, അഗ്രികൾച്ചർ, എത്രയോ വെറൈറ്റി ബിസിനസ്സുകളിൽ ഒരു മെയിൻ പ്ലെയർ തന്നെയാണ് ITC. അപ്പോൾ അത്രയും നല്ലൊരു ബിസിനസ്സുള്ള കമ്പനീനെ ഞാൻ എന്തിനാണ് സ്റ്റോക്ക് മേടിച്ച് ഞാൻ വിൽക്കാൻ നിൽക്കണേ? ആ ഒരു കമ്പനിയുടെ ഓണറല്ലേ ഞാൻ. ആ ഒരു സ്റ്റോക്ക് മേടിച്ച് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഓണറാവും നമ്മൾ. പല ആൾക്കാരും വലിയ ശതമാനം ഇല്ലെങ്കിൽ പോലും ചെറിയൊരു ശതമാനം ഓണർഷിപ്പാണ് നമുക്ക് കിട്ടണത്. അപ്പോൾ അതാണ് നമ്മൾ തിങ്ക് ചെയ്യേണ്ടത്. നമ്മൾ ആ ഒരു ബിസിനസ് മേടിക്കുമ്പോൾ അതാണ് തിങ്ക് ചെയ്യേണ്ടത്. അല്ലാണ്ട് നാളെ നമുക്ക് ഇത്ര പൈസ ഉണ്ടാക്കാം അങ്ങനെ ഒരിക്കലും തിങ്ക് ചെയ്യരുത്. ഇപ്പോൾ ITC മേടിച്ചാലും എനിക്ക് ലാഭം കിട്ടും. ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഈ പറഞ്ഞ മാതിരി 100% ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ പോലും ഞാൻ വിൽക്കില്ല. കാരണം അത്രയ്ക്ക് നല്ലൊരു ബിസിനസ്സുള്ള കമ്പനി, ഇനി പൊട്ടൻഷ്യൽ ഉണ്ട് അതിന് വളരാൻ. നമ്മുടെ എക്കണോമി വളരുന്നതിനനുസരിച്ച് ആ കമ്പനി വളരും. അപ്പോൾ നമ്മൾ ഏതൊരു ഈ പറഞ്ഞ മാതിരി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ഫസ്റ്റ് തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ഒരു ബിസിനസ്സിനെയാണ് മേടിക്കാൻ പോകണമെന്നാണ്. ആ ഒരു ബിസിനസ്സിൻ്റെ പൊട്ടൻഷ്യൽ, അതിൻ്റെ ഫണ്ടമെൻറ്റൽസ് ഒക്കെയാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അല്ലാണ്ട് വെറുതെ ജസ്റ്റ് ആ സ്റ്റോക്ക് പ്രൈസ് കുറവാന്നുള്ളത് വിചാരിച്ച് ആ സ്റ്റോക്ക് മേടിച്ച് കഴിഞ്ഞാൽ അത് നഷ്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ കിടന്ന് കണ്ടിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ബിസിനസ്സാണ് നിങ്ങൾ മേടിക്കാൻ പോകണം എന്നുള്ള തിങ്കിങ് അത് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ എനിക്കാന്ന് വെച്ചാലും മാർക്കറ്റ് വീഴുമ്പോൾ നല്ല സന്തോഷമാണ്. കാരണം നമ്മൾ ഓൾറെഡി മേടിച്ചിട്ടുള്ള കമ്പനികളുടെ സ്റ്റോക്കിന് വില കുറയും. അപ്പോൾ നമുക്ക് കൂടുതൽ സ്റ്റോക്ക് മേടിക്കാം. നമ്മളൊരു ലോങ് ടേം പ്ലാനിങ്ങിൽ മേടിക്കുമ്പോൾ നല്ല ബിസിനസ്സുകളുടെ സ്റ്റോക്ക് വില കുറവിൽ കിട്ടുന്നത് ആരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ. അതുകൊണ്ട് തന്നെ എനിക്ക് മാർക്കറ്റ് വീഴുന്നത് എപ്പോഴും എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം എനിക്ക് നല്ല എത്രയോ സ്റ്റോക്കുകളുടെ ക്വാണ്ടിറ്റി എനിക്ക് കൂട്ടാം. ഈ പറഞ്ഞ മാതിരി ITCയുടെ പിന്നെ വേറെ പല സ്റ്റോക്കുകളുടെയും എനിക്ക് എണ്ണം കൂട്ടാം. അതുകൊണ്ട് തന്നെ എനിക്ക് മാർക്കറ്റ് കയറുന്നേക്കാൾ ഇഷ്ടം മാർക്കറ്റ് വീഴുന്നത് തന്നെയാണ്. അപ്പോൾ ആ ഒരു തിങ്കിങ് നിങ്ങൾക്കും ഉണ്ടാവണം. ഇപ്പോൾ പല ആൾക്കാരും ജസ്റ്റ് ഒരു സ്മോൾ ക്യാപിൽ കയറി മാർക്കറ്റ് വീഴുമ്പോഴേക്കും ആകെ പേടിച്ചാൽ അതിന് എക്സിറ്റായി പൈസയും പോകും. അതെന്തിനാണ് നിങ്ങൾ അത്രയ്ക്ക് പേടിക്കാൻ നിൽക്കണേ? നമ്മുടെ കയ്യിൽ നല്ല ബിസിനസ്സുള്ള കമ്പനികളുടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒന്നിനും പേടിക്കണ്ട. മാർക്കറ്റ് ലോങ് ടൈമിൽ കയറി തന്നെയുള്ളൂ. നമ്മുടെ കയ്യിൽ അത്രയും നല്ല കമ്പനി ഉണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും അപ്രീഷിയേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും നിങ്ങൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണേക്കാൾ മുമ്പ് ഈ പറഞ്ഞ ചിന്താഗതിയിലാണ് നിങ്ങൾ നീങ്ങേണ്ടതെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങളൊരു ബിസിനസ് മേടിക്കണ മാതിരി നിങ്ങളൊരു ബിസിനസ് ഓണർ, അതിൻ്റെ ഒരു ഓണറാവാനാണ് നിങ്ങൾ പോണേ. അപ്പോൾ ജസ്റ്റ് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ബിസിനസ് ഉള്ള ഒരു കമ്പനീനെ മേടിക്കണേക്കാൾ നല്ലത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബിസിനസ്സുള്ള കമ്പനി തന്നെയാണ് നമ്മൾ ഏത് ആളും മേടിക്കുള്ളൂ. അപ്പോൾ നേരത്തെ നമ്മൾ ഷോപ്പ് ചെയ്യാൻ്റെ കാര്യം പറഞ്ഞ മാതിരി. അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് നിങ്ങൾ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലും ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നിങ്ങൾ അടുത്ത സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അല്ലാണ്ട് നമ്മൾ ജസ്റ്റ് പെനി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നല്ല ഫണ്ടമെൻ്റലി നിങ്ങൾക്ക് താല്പര്യമുള്ള സ്റ്റോക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ഇൻവെസ്റ്റ് ചെയ്തോ, ഞാൻ ഒന്നും പറയില്ല. അപ്പം ഞാനതിൽ എത്രയോ സ്മോൾ ക്യാപ്പ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ 20-30 രൂപയൊക്കെ ഉള്ളപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല ലാഭം കിട്ടിയതുണ്ട്. പക്ഷെ അന്ന് അതിനത്രയും നല്ല ഫണ്ടമെൻ്റലും നമ്മളെ ആകർഷകമായി ആ ഒരു കമ്പനിയുടെ ഈ പറഞ്ഞ മാതിരി ഏണിങ്സ് അതൊക്കെ നോക്കിയാൽ, അതേമാതിരി ബിസിനസ് നോക്കിയാൽ ഇത് നല്ലൊരു ബിസിനസ്സാണ്, ഇതിന് ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നുള്ളൊരു നമുക്കൊരു ഇത് കിട്ടണം. അത്രയും ആത്മവിശ്വാസം കിട്ടിയാൽ മാത്രമാണ് നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് ജസ്റ്റ് പൈസ അപ്രീഷിയേറ്റ് ചെയ്യാമെന്ന് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇനി ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണേക്കാൾ മുമ്പ് ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അതേപോലെ ഇതുമാതിരി കൂടുതൽ ട്രേഡിംഗ് ഇൻവെസ്റ്റിംഗ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.